എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ ടേസ്റ്റി അടിപൊളിയായിട്ടുള്ളൊരു അലുവയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി എന്തായിരുന്നാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ 1 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര കുറച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിൽ മെൽറ്റാവും. അപ്പോൾ അതേ നമ്മുടെ ശർക്കര ഇപ്പോൾ എല്ലാം മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ അലുവ സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നെയ്യ് നമ്മുടെ പാത്രത്തിൻ്റെ ബേസിലും സൈഡുകളിലും ഒക്കെ നന്നായിട്ടൊന്ന് തടവി കൊടുത്ത് എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ അലുവ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ മരത്തവിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ആണുള്ളെങ്കിൽ അതെടുത്താലും മതിയാവും. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇതിനകത്ത് ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഗോതമ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാവും ഇത്. ഇപ്പം നമ്മുടെ അലുവ ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അലുവ മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മളിത് അതിനകത്തുള്ള എല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചൂടിൽ തന്നെ നമ്മൾ നന്നായിട്ട് കൈയും കൂടെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ ഇച്ചിരി നെയ്യ് തടവിയതിന് ശേഷം വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അലുവ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അലുവ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ അലുവ ഇപ്പോൾ സെറ്റാണ്. നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാനായി ജസ്റ്റ് ഇതൊന്ന് വെച്ചൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇതേ നമ്മുടെ അലുവ ഇപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനമാണ് ഈ ഗോതമ്പും ശർക്കരയൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അലുവയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.